കണ്ടില്ല, ഒന്നും എടുക്കാൻ വന്നിട്ടില്ല. അങ്ങനെ ഞാൻ ഈ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ടു. കുറേ ആയിപ്പോൾ ഒരിക്കൽ ഞാനിവിടെ നിൽക്കരുത്. അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല. ചിലപ്പോൾ പറയും അവൻ അടിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ കയ്യൊക്കെ ഉണ്ടാവും നീളമായി നിൽക്കും. അപ്പോൾ ചിലർ പറയും അടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കൽ മനസ്സിലായി. നിന്നെ കണ്ടാൽ തന്നെ അവൻ അടിച്ചിട്ട് ഈ മോനെ ഈ മരുമോൻ പറഞ്ഞപ്പോൾ അങ്ങനെ മോനെ കൊണ്ട് അടുത്തതിന് കണക്കില്ല. ഓരോ പ്രാവശ്യം എന്തെങ്കിലും നല്ലത് പറയാനുണ്ട്. കറണ്ടൊക്കെ കെട്ടാക്കി ഭക്ഷണം കഴിക്കുക എന്തൊക്കെ എന്തെങ്കിലും ഒന്നും ചെയ്യാൻ പാടില്ല. പോലീസുകാരെ പാർലമെന്റ് ആഗോളം പറ്റി കൊഴുകണി അതിൽ കേസിലുണ്ടാവുള്ളൂ. ഒരു ലക്ഷം പോലീസുകാർ വരുള്ളൂ. നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ചെമ്മാടുകാർക്കിത ഒരു സന്തോഷ വാർത്ത. ഡോണ്ട് മിസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. തൂബ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന 10 ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം. ഏപ്രിൽ 12 മുതൽ ജൂൺ 12 വരെ തൂബ ജ്വല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന 10 ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും, രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും, മൂന്നാം സമ്മാനമായി ടിവിയും, അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം. ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജ്വല്ലറി സന്ദർശിക്കൂ, സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. വാർത്തകൾ വിശദമായി. തിരൂരങ്ങാടി തൃക്കുളം അമ്പലപ്പടിയിൽ അമ്മ മകനിൽ നിന്നും മരുമകളിൽ നിന്നും നേരിട്ടത് സമാനതകളില്ലാത്ത ക്രൂരത. തൃക്കുളം അമ്പലപ്പടി ഭഗവതിയാലുങ്ങൽ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന പരേതനായ തണ്ടശ്ശേരി വീട്ടിൽ കുമാരൻ്റെ ഭാര്യ 78 വയസ്സുള്ള രാധ കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ മകനെയും കുടുംബത്തെയും റവന്യൂ അധികൃതരുടെ നേതൃത്വത്തിൽ വീട്ടിൽ നിന്ന് പുറത്താക്കി വീട്ടിൽ തിരികെ കയറിയത്. ഇതിനു പിന്നാലെയാണ് അമ്മ താൻ നേരിട്ട ക്രൂരതകളെക്കുറിച്ച് തിരൂരങ്ങാടി ടുഡേയോട് വെളിപ്പെടുത്തിയത്. ഒരു മക്കളും അമ്മയോട് ഇനി ഇങ്ങനെ ചെയ്യരുത് എന്നാണ് നിറകണ്ണുകളോടെ ഈ അമ്മ പറയുന്നത്. വീട്ടിൽ യാതൊരു സ്വാതന്ത്ര്യവുമില്ലാതെ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം മരുമകളുടെ ചീത്തവിളിയും മകൻ്റെ മർദ്ദനവും, അങ്ങനെ പോകുന്നു ഈ അമ്മ അനുഭവിച്ച ദുരിതങ്ങൾ. മകൻ സുരേഷ് കുമാറും മരുമകളും ചെയ്യുന്ന ക്രൂരതയെക്കുറിച്ച് 2 വർഷത്തോളം പോലീസിനോട് നിരന്തരം പരാതി നൽകിയിട്ടും കേസെടുക്കാതിരുന്നതോടെയാണ് രാധ RDOയെയും പിന്നീട് കലക്ടറെയും സമീപിക്കുന്നത്. കലക്ടർ മകനോടും കുടുംബത്തോടും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ഉത്തരവിട്ടതിനെ ചോദ്യം ചെയ്ത് മരുമകൾ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഹൈക്കോടതി കലക്ടറുടെ ഉത്തരവ് ശരിവെച്ച മകനെയും കുടുംബത്തെയും കുടിയൊഴിപ്പിച്ച് അമ്മയെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാൻ ഉത്തരവിടുകയായിരുന്നു. 4 മക്കളിൽ 3 പെൺമക്കളും ഒരേ ഒരു മകനുമാണ് രാധയ്ക്കുള്ളത്. പെൺമക്കളുടെ വിവാഹം കഴിഞ്ഞതോടെ സ്വന്തം ഭൂമിയിൽ ഭർത്താവിനും മകൻ സുരേഷ് കുമാറിനുമൊപ്പമാണ് രാധ താമസിച്ചിരുന്നത്. പിന്നാലെ മകൻ്റെ വിവാഹം കഴിഞ്ഞു. ഇതിനു പിന്നാലെയാണ് പുതിയ വീട് നിർമ്മിക്കുന്നത്. ഭർത്താവിൻ്റെ മരണശേഷമാണ് മകനിൽ നിന്നും മരുമകളിൽ നിന്നും പീഡനമനുഭവിക്കാൻ തുടങ്ങിയത്. മകൻ ചെന്നൈയിൽ ബിസിനസ് നടത്തുകയാണ്. മരുമകൾ ചെമ്മാട്ടെ സ്വകാര്യ ലാബിലും ജോലി ചെയ്യുന്നു. മരുമകൾ പലപ്പോഴും ഭക്ഷണം പോലും നൽകാറില്ലെന്നും അടുത്ത വീട്ടിൽ നിന്നാണ് ചില ദിവസങ്ങളിൽ ഭക്ഷണം കഴിക്കാറുള്ളതെന്നും രാധ പറയുന്നു. ഫാൻ ഇടുമെന്ന് കരുതി ഫാനിൻ്റെ സ്വിച്ച് കേടുവരുത്തി. ഗ്യാസ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ കണക്ഷൻ വിച്ഛേദിച്ചിടും. കൂടാതെ വീട്ടിൽ എന്തിലെങ്കിലും തൊട്ടാലും പിടിച്ചാലും മരുമകളുടെ ചീത്ത വിളിയും. മകനെത്തിയാൽ മകൻ്റെ മർദ്ദനവും ഉണ്ടാകാറുണ്ടെന്നും ഈ അമ്മ പറയുന്നു. അങ്ങനെ ഞാൻ ഈ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ടു. കുറേ ആയിപ്പോൾ ഇപ്പം നല്ലൊരു 8 കൊല്ലമായി. 8 കൊല്ലത്തോടൊപ്പം വീട്ടിലെ വീട്ടിൽ എടുത്ത് ഞാൻ ഇത് വരുമ്പോഴേക്ക് ഇവിടെ ഇനി എടുത്ത് പറ്റില്ല. ഇങ്ങനെ കഴിയുന്നു. ഈ 4-ാമത്തെ കൊല്ലം തോന്നി സ്ഥിരമായിട്ട് നോക്കാൻ പറ്റില്ല. എന്താ കാരണം എന്തെന്ന് പറഞ്ഞാൽ ചെയ്യുന്നത് ഒരിക്കൽ ഞാനിവിടെ നിൽക്കരുത്. അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല. മകനും കൂടെ മകനെ അടുത്തതിന് കണക്കില്ല. മർദ്ദിച്ചോ? അടിച്ചവളെ
പ്രാവശ്യം അടിച്ചിട്ട് ഒരു പ്രാവശ്യം കാറിൻ്റെ കൂട്ടിങ്ങനെ പൊട്ടിക്കുകയാണ്. ഞാൻ പറഞ്ഞു എന്തിനാണ് അത് ചെയ്യണം, പറയും വെറുതെ കേടെടുത്തുണ്ടല്ലോ ഞാനത് കിടന്നു ഇത് മുന്നോട്ട് അടിച്ചിട്ട് കണ്ടിന്ന് കറക്റ്റി അടിച്ചു. എന്നിട്ട് പിന്നെ അടുത്തുനിന്ന് എൻ്റെ അഞ്ചത്തില്ലാതെ മോളം വന്നിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി. അങ്ങനെ അപ്പൂരെ കടന്ന് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതന്നെ ഈ മരുമകൾ കാണിച്ച് പിന്നെ ശരീരം കറക്റ്റില്ല, ഭക്ഷണം കിട്ടാറുണ്ട്. ഭക്ഷണം തരില്ല, ഭക്ഷണം തരേയില്ല. നിങ്ങൾ ഉണ്ടാക്കലാണോ അല്ലെങ്കിൽ അവരുണ്ടാക്കലില്ലേ ഭക്ഷണം? കുറേ ആദ്യമൊക്കെ പിന്നെ കുറേ ഞാൻ ഇന്ത്യയിലെ മക്കളെ ഇന്ത്യയിൽ നിൽക്കും. പിന്നെ കുട്ടികൾ അടുത്ത വീട്ടിൽ ഒരു ഇഷ്ടപ്പണിയിൽ ഇറക്കി കഴിക്കും. പിന്നെ കുറേയൊക്കെ ഇന്ത്യയിൽ നിൽക്കും. അങ്ങനെ ഞാൻ കഴിക്കാൻ പോലീസിൽ പരാതി വന്നിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പോയിരുന്നു. അപ്പൊ എന്താ അങ്ങനെ എന്ത് പറയുന്നത്, പോലീസ് ഒന്നും ഇടപെട്ടിട്ടില്ല അതിലൊക്കെ? ഒരു വരലുണ്ട്, ഒരു വരലിന് പോലൊക്കെ അപ്പൊ മകനും മരുമകളും ഒരു എന്ത് പറയണേ എപ്പോൾ പറയും അവൻ അടിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ കയ്യൊക്കെ ഉണ്ടാവും നീളം കാലി ഇരിക്കും. അപ്പോൾ ചിലവരിൽ അടിച്ചിട്ടില്ല എന്ന് അറിഞ്ഞാൽ ഒരിക്കൽ മനസ്സിലായി എന്നെ കണ്ടപ്പോൾ നല്ല അടിച്ചിട്ട് അത് എന്നെ പച്ചമുളക് കുടിക്കുന്നതാണ് ഞാനെന്താ കൊണ്ടിട്ടുണ്ടോ അങ്ങനെയൊക്കെ. അപ്പം ഞാൻ എവിടെയാണ് വർക്ക് ചെയ്യുക. ചിലപ്പോൾ ഞാൻ കടലുണ്ടല്ലോ അവിടെ അത് ഇത്രയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടെടുക്കാൻ പാടില്ല, സാധനം ഭക്ഷണ സാധനം എടുത്തെടുക്കാൻ പാടില്ല. എടുക്കാൻ പാടില്ല. അതിന് മോനെ ഈ വരുമാനം പറഞ്ഞു കൊടുക്കും. അങ്ങനെ മോനെ കൊണ്ട് അടിച്ചിട്ട് അടുത്തതിന് കണക്കില്ല. ഓരോ പ്രാവശ്യം അടിക്കും. എന്തിനും നല്ലത് പറയാനുണ്ട്. നല്ല മനസ്സിൻ്റെ മക്കളെ അവിടെ തൊടിയിൽ ഇതിന് മണ്ണിൽ കെട്ടണ്ടോ അത് മുമ്പോട്ട് വിളിച്ചിട്ട് നല്ല വെറുതെ ഉണ്ടായിട്ട് വയ്ക്കുക. അത് പറഞ്ഞതിന് ഓനെ വിളിച്ചു കൊടുക്കും. ഫോൺ ചെയ്ത് നമ്മുടെ ഓനെ വിളിച്ച് നടന്നിട്ട് മോൻ ഇഷ്ടംപോലെ അടിച്ചില്ല. അങ്ങനെ ഇപ്പോഴൊരു പ്രാവശ്യം ഇങ്ങനെ അടിച്ചതിന് കറക്റ്റ് ആരെങ്കിലും ഇടപെട്ട് ഇങ്ങനെ എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു മകനോട് ആരോട് ചോദിക്കാൻ സ്റ്റേഷനിൽ പോയി പറയും. അല്ലെങ്കിൽ ബന്ധുക്കൾ മറ്റു ബന്ധുക്കൾ വെറുതെ നമ്മളിപ്പോൾ അടുത്ത് ആരുമില്ല, മക്കളാണ് മക്കളാണ് അവരോട് സംസാരിച്ചില്ല മകനോട് ഇങ്ങനെ ഇത് ചെയ്യുന്നുള്ള കാര്യത്തിൽ ചോദിക്കാൻ? അവരാരും പറഞ്ഞാൽ കേൾക്കില്ല. പ്രാവശ്യം വിളിച്ചവര് ഞാൻ വരുമാനം ചെയ്തിട്ട് ഇതൊന്നും ഓളെ പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങനെയാണ് എന്തെന്താ ഒന്നുമില്ല. ഇതിനെന്ത് പരാതി ആദ്യം കൊടുത്ത് ആദ്യം കൊടുത്തു കറണ്ടൊക്കെ കട്ടാക്കി മക്കളും കണ്ട ഇതൊക്കെ ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താണ് പരാതി കൊടുക്കുന്നത്? മർദ്ദിക്കുന്നു പറഞ്ഞാണ് പരാതി കൊടുത്ത് ഒരുപാട് വീട്ടിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ വീട്ടിൽ പോകാൻ വീട്ടിൽ നിന്ന് പിന്നെ അന്ന് ഇങ്ങനെ അടിച്ചു കൊണ്ടുവന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ആദ്യമായിട്ടൊന്നുമില്ല. അപ്പം മക്കൾ പറഞ്ഞു ഞാൻ അമ്മയുടെ ഇത് പോയി അങ്ങനെ കൊണ്ടുവരാം മക്കളടുത്ത് പോയി. അങ്ങനെയാണ് പിന്നെ ആദ്യം പരാതി ആദ്യമൊക്കെ കൊടുത്തത് മരുമകൾ ഈശ്വരിയോട് പോവുക, കറണ്ടൊക്കെ കട്ടാക്കുക, അങ്ങനെ കൊടുക്കണം, കഷ്ടപ്പെടുക, അങ്ങനെ കഴിക്കാൻ ഭയങ്കരമായിട്ട് കൊടുക്കണം. 2019 കാലത്താണ് തിരൂരങ്ങാടി പോലീസിൽ രാധ പരാതി നൽകുന്നത്. മർദ്ദനമേറ്റതിൻ്റെ പാടുകളടക്കം കാണിച്ചു കൊടുത്തിട്ടും മകനെതിരെ കേസെടുക്കാൻ തിരൂരങ്ങാടി പോലീസ് തയ്യാറായിരുന്നില്ല. വിളിച്ചു വരുത്തി ഒത്തുതീർപ്പാക്കി വിടുകയായിരുന്നു പതിവ്. എന്നാൽ മകൻ്റെയും മരുമകളുടെയും പീഡനം തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. പലരും വിഷയത്തിൽ ഇടപെട്ടെങ്കിലും വീട്ടിൽ സമാധാനമായി ഉറങ്ങാൻ മകനും മരുമകളും അനുവദിക്കില്ലായിരുന്നുവെന്നും ഈ അമ്മ പറയുന്നു. പലപ്പോഴും പെൺമക്കളുടെ വീടുകളിൽ പോയി താമസിക്കാറായിരുന്നു പതിവ്. മകൻ മർദ്ദിച്ചതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകിയതിന് ഭീഷണിപ്പെടുത്തലും പതിവായിരുന്നു. ഭീഷണിപ്പെടുത്തുന്നതിൻ്റെ വോയിസ് റെക്കോർഡ് തിരൂരങ്ങാടി ടുഡേക്ക് ലഭിച്ചു. ഭീഷണിപ്പെടുത്തിയ സമയം റെക്കോർഡ് ചെയ്ത ശബ്ദശകലമാണ് ലഭിച്ചിട്ടുള്ളത്. തനിക്കെതിരെ കേസ് കൊടുക്കുമല്ലേ, ഒറ്റ ചവിട്ടിന് കൊല്ലും, കൊന്നാൽ ഒരു കേസേ ഉണ്ടാകൂ എന്നടക്കം പറയുന്ന ശബ്ദ സന്ദേശമാണ് ലഭിച്ചിട്ടുള്ളത്.
ചോറ് വെള്ളം തരണം. ഞാൻ ചോദിക്കട്ടെ, ഇടയ്ക്ക് പോലീസുകാരില്ലേ നിന്റെ പേരാണത്. ഇതിന്റെ പോലീസുകാരെ ഇതിട്ടുണ്ടെങ്കിൽ പാർലമെന്റ് ആഗോളം പറ്റി കൊല്ലുകയാണ്. അതിൽ കേസിലുണ്ടാവുള്ളൂ ഒരു ലക്ഷം പോലീസുകാർ വരുള്ളൂ. അതങ്ങനെ കേസ് കൊടുക്കാൻ കുറിച്ചാരൊക്കെ കൊടുത്തേ ഈ ശബ്ദ സന്ദേശമടക്കം തിരൂരങ്ങാടി പോലീസിനെ കേൾപ്പിച്ചിട്ടും മർദ്ദനമേറ്റതിൻ്റെ അടയാളങ്ങൾ കാണിച്ചു കൊടുത്തിട്ടും പോലീസ് യാതൊരു നടപടിയും കൈക്കൊണ്ടില്ല. 2 വർഷം നിരന്തരം സമീപിച്ചിട്ടും പോലീസിൽ നിന്നും നീതി ലഭിക്കാതായതോടെയാണ് 2020 RDOയെ സമീപിക്കുന്നത്. പിന്നാലെ ആദ്യം ഒരുമിച്ച് താമസിക്കാൻ ഉത്തരവിട്ടു. എന്നാൽ ഒരുമിച്ച് താമസിക്കാൻ മരുമകൾ ഒരുക്കമല്ലാത്തതിനാലും വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങിയതിനാലും മുകളിലും താഴെയുമായി താമസിക്കുവാനും ഉത്തരവിട്ടു. ഇതും മരുമകൾ എതിർത്തു. പിന്നാലെ അമ്മ കലക്ടറെ സമീപിക്കുകയായിരുന്നു. കളക്ടർ അമ്മയുടെ വീട്ടിൽ നിന്നും മകനോടും മരുമകളോടും ഇറങ്ങിപ്പോകാൻ ഉത്തരവിടുകയായിരുന്നു. കളക്ടറുടെ ഉത്തരവ് വന്നതോടെ മരുമകൾ ഹൈക്കോടതിയെ സമീപിച്ചു. എന്നാൽ ഹൈക്കോടതി കളക്ടറുടെ ഉത്തരവ് ശരിവെച്ച മകനെയും കുടുംബത്തെയും കുടിയൊഴിപ്പിക്കാൻ ഉത്തരവിടുകയായിരുന്നു. കഴിഞ്ഞ മാസം ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് രാധയെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുവാൻ എത്തിയപ്പോൾ മരുമകൾ വാതിൽ തുറന്ന് നൽകിയില്ല. തഹസിൽദാർ അടക്കം സംസാരിച്ചിട്ടും ഒന്നും നടപടിയാവാതെ വന്നതോടെ അവർ തിരിച്ചു പോവുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇന്നലെ വൈകുന്നേരം തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കരയും തഹസിൽദാർ PO സാദിഖും തിരൂരങ്ങാടി പോലീസും വീട്ടിലെത്തിയത്. ഈ സമയം മകൻ്റെ മകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടിട്ടും പേരമകൾ വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് അടുക്കള ഭാഗത്തെ ഗ്രില്ലിൻ്റെ ലോക്ക് പൊട്ടിച്ച് അകത്ത് കടന്നതോടെ പേരമകൾ മുറിയിൽ കയറി വാതിലടയ്ക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് ഇവരെയും പുറത്താക്കിയാണ് വീട് രാധയ്ക്ക് തന്നെ തിരികെ നൽകിയത്. ഇനിയെങ്കിലും മനസമാധാനത്തോടെ ഉറങ്ങാമെന്ന ആശ്വാസത്തിലാണെങ്കിലും ഇനി ഒരു മക്കളും അമ്മമാരോട് ഇങ്ങനെ ചെയ്യരുത് എന്നാണ് ഈ അമ്മ നിറകണ്ണുകളോടെ പറയുന്നത്. പെറ്റുവളർത്തിയ മാതാപിതാക്കളോട് യാതൊരു കരുണയുമില്ലാതെ പെരുമാറുന്നവർക്ക് ഇതൊരു താക്കീതാണ്. സ്വത്ത് സ്വന്തമാക്കിയാൽ മാതാപിതാക്കളെ വൃദ്ധസദനത്തിലും തെരുവോരങ്ങളിലേക്കും ഇറക്കിവിടുന്നവർക്കും ഇതൊരു താക്കീതാണ്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.